ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് IRCTC വഴി എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ട്രെയിൻ ബുക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് IRCTC ലോഗിൻ എന്ന് സെർച്ച് ചെയ്യാം. ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. IRCTC നെക്സ്റ്റ് ജനറേഷൻ ടിക്കറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ചെയ്ത് വരുന്നത്. അവിടെ ലോഗിനും രജിസ്റ്ററും ഉണ്ട്. നമ്മൾ ന്യൂ യൂസർ ആയതുകൊണ്ട് രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു യൂസർ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ എൻ്റെ പേരും അതേപോലെ ലാസ്റ്റ് നെയിമും ഒരുമിച്ച് ക്യാപ്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് യൂസർ നെയിം ഈ ഒരു യൂസർ നെയിമിലായിരിക്കും നമ്മുടേത് ലോഗിൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരു യൂസർ നെയിം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പാസ്വേഡും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പാസ്വേഡ് ഇതിനകത്ത് പറഞ്ഞതുപോലെ 8 മുതൽ 15 ക്യാരക്ടറുള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം. അതിനകത്ത് ന്യൂമറിക് നമ്പറും അതേപോലെ സ്മോൾ ലെറ്ററും ക്യാപ്സും ഒരു ക്യാരക്ടറും എൻ്റർ ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ളൊരു സ്റ്റാൻഡേർഡ് പാസ്വേഡ് ആയിരിക്കണം നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. നമ്മൾ കൊടുത്തിട്ടുള്ള പാസ്വേഡ് ഒന്നുകൂടി ഒന്ന് ഈ അടുത്ത കോളത്തിൽ ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കണം. നമ്മൾ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു യൂണീക്ക് യൂസർ നെയിം ആയാൽ മാത്രമേ നമുക്ക് ഇവിടെ അതിൻ്റെ എററൊന്നും ഇല്ലാതെ വരുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇംഗ്ലീഷ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യനും കൂടി ചോദിക്കുന്നുണ്ട്. അത് ഞാൻ നമ്മുടെ ഇവിടെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് അതിൻ്റെ ഒരു ആൻസറും കൂടെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം പിന്നീട് നമുക്ക് നമ്മുടെ യൂസർ ഐഡിയോ പാസ്വേഡോ എല്ലാം കണ്ടുപിടിക്കാനും റീസെറ്റ് ചെയ്യാനെല്ലാം അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതെല്ലാം സെറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിനുള്ള കോളത്തിലെത്തിയിട്ടുണ്ട്. ശരിക്കും ഇതിന് 3 കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന് ബേസിക് ഡീറ്റെയിൽസ്, അത് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അടുത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, അതായത് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അഡ്രസ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഓപ്ഷനിൽ ഏതാണ് ഞാനിവിടെ പ്രൈവറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അടുത്തതായി വരുന്നതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒക്കുപ്പേഷൻ ഏതാണോ നിങ്ങളത് അതനുസരിച്ചിട്ട് നിങ്ങൾ ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് ആണോ സെൽഫ് എംപ്ലോയ് അതെല്ലാം നിങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മാരീഡ് ആണോ അൺമാരീഡ് ആണോ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ മെയിലാണോ ഫീമെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ ആ ഒരു കൊള്ളം കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ മെയിൽ അക്കൗണ്ട് ഒന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ ജിമെയിൽ അക്കൗണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫോൺ നമ്പറും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരിക്കൽ നമ്മൾ IRTCയിൽ വഴി ഒരു പ്രാവശ്യം ലിങ്ക് ചെയ്തിട്ടുള്ള ഇമെയിലോ ഫോൺ നമ്പറോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് നമ്മളെല്ലാം സ്റ്റെപ്പെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു എറർ വരും, ഓൾറെഡി രജിസ്റ്റർ ആണെന്ന് പറയും. അതുകൊണ്ട് ഇതുവരെ കൊടുക്കാത്ത മെയിൽ ID വേണം കൊടുക്കാൻ. ഫോൺ നമ്പറും അതേപോലെ കൊടുക്കണം. പിന്നെ സെലക്ട് നാഷണാലിറ്റിയിൽ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായി അഡ്രസ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ ഞാൻ എൻ്റെ ഹൗസ് നെയിമും സ്ട്രീറ്റിൻ്റെ നെയിമും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏരിയ എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏരിയ ശരിക്കും ഓപ്ഷണലാണ്, അതുകൊണ്ട് ഞാനിവിടെ അത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നില്ല. അടുത്ത കോളത്തിൽ പിൻകോഡ് ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ താഴെ നമ്മുടെ ഡിസ്ട്രിക്റ്റും അതേപോലെ സ്റ്റേറ്റ് എല്ലാം വരുന്നതാണ്. അവിടെ നമ്മുടെ
പോസ്റ്റും കൂടെ എൻ്റർ ചെയ്തതിന് ശേഷം താഴെയുള്ള ക്യാപ്ച ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഫോൺ നമ്പറും കൂടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ക്യാപ്ച ഈ താഴെ കാണുന്നുള്ള ക്യാപ്ച കൂടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഒന്ന് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് ഓക്കെ ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത വിൻഡോ നമ്മൾ ഇങ്ങനെ ഒരു ഇതായിരിക്കും. അതിൽ നമ്മൾ വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ പേരും അതേപോലെ ലാസ്റ്റ് നെയിമും ക്യാപ്സിൽ എൻ്റർ ചെയ്തിട്ടായിരുന്നു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തത്. അത് ഞാനിവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് അതും ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ താഴെ കാണുന്ന ക്യാപ്ച കൂടെ എൻ്റർ ചെയ്യണം. ക്യാപ്ച എൻ്റർ ചെയ്തതിന് ശേഷം സൈനിങ് കൊടുക്കാം. ഇപ്പോൾ സൈനിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ മൊബൈൽ നമ്പറും അതേപോലെ ഇമെയിൽ ഐ ഡിയും ഒന്ന് വെരിഫൈ ചെയ്യണം. നമ്മുടെ യൂസർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വെരിഫൈ കൊടുത്തിട്ടില്ലായിരുന്നു. അതിൽ വെരിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നമ്പറിൻ്റെ താഴെ വെരിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഇപ്പോൾ എൻ്റെ മൊബൈലിലോട്ട് ഒരു OTP വന്നിട്ടുണ്ട്. ആ OTP ഇവിടെ കൊടുത്ത് സബ്മിറ്റ് ടു ദി OTP കോഡ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ ഫോൺ നമ്പർ വെരിഫൈ ആയിട്ടുണ്ട്. അതേപോലെ ഞാൻ എൻ്റെ ഇമെയിലും കൂടി ഒന്ന് വെരിഫൈ ചെയ്യുന്നുണ്ട്. വെരിഫൈ ദിസ് ഇമെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇമെയിലിലോട്ട് ഇപ്പോൾ ഒരു OTP വന്നിട്ടുണ്ട്. ആ OTP ഞാനിവിടെ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ദി OTP കോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി കൂടെ വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടെ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് ഇതുവരെ അത് രണ്ടും ലോഗിൻ ചെയ്തിട്ടില്ല പുതിയതായതുകൊണ്ട്. പിന്നീട് ലോഗിൻ ചെയ്യുമ്പോൾ ഈ ഒരു വിൻഡോ ഇനി ഉണ്ടാവില്ല. ഇതിന് മുകളിലുള്ള ക്ലിക്ക് ടു ഹിയർ ടു ലോഗിൻ അഗെയിൻ എന്നുള്ളത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് വീണ്ടും വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യണം. ഞാൻ വീണ്ടും ലോഗിൻ കൊടുത്തതിന് ശേഷം എൻ്റെ മെയിൽ ഐ ഡിയും എൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചിട്ട് വീണ്ടും ഞാൻ എൻ്റെ IRCTC അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ IRCTC അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് പോർട്ടലിൽ ലോഗിൻ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതേപോലെ എൻ്റെ മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും അതിനകത്ത് വെരിഫൈ ആയിട്ടുമുണ്ട്. താഴെ കാണുന്ന ഈ ക്യാപ്ച കൂടെ എൻ്റർ ചെയ്ത് സൈനിങ് കൊടുക്കുക. ഇപ്പം എൻ്റെ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇനി നമുക്ക് ഒരു ട്രെയിൻ എങ്ങനെ ബുക്ക് ചെയ്യുക എന്നുള്ളത് കൂടെ നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാം. ഇതെന്ന് പറയുന്നത് ഫ്രം എവിടെ മുതൽ എവിടെ വരെയാണ് എന്നുള്ളതും ജനറൽ എന്നുള്ളത് ഏത്, അതേപോലെ നമ്മുടെ ഡേറ്റ്, ഓൾ ക്ലാസ്സസിൽ ഏത് ക്ലാസ്സാണ് നമുക്ക് വേണ്ടത്, സ്ലീപ്പർ വേണോ AC വേണോ സെക്കൻഡ് സിറ്റിംഗ് അങ്ങനെയുള്ളത് സെലക്ട് ചെയ്തിട്ട് എല്ലാം ഫില്ല് ചെയ്തിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ട്രെയിൻ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഒരു ഡെമോ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു വേളാങ്കണ്ണിക്കുള്ള ടിക്കറ്റ്, എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണിക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ കാണിക്കാം. അതിനുവേണ്ടി ഞാൻ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, അതായത് എറണാകുളം ടൗൺ സെലക്ട് ചെയ്തു. 2 എന്നുള്ളത് വേളാങ്കണ്ണി കൊടുത്തു. ഡേറ്റ് ഞാനിവിടെ ഫെബ്രുവരി 2024 24-ാം തീയതി കൊടുക്കുന്നുണ്ട്. ക്ലാസ് വേണ്ടത് എനിക്ക് സ്ലീപ്പർ ക്ലാസ് ആണ്. അത് ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഏതാണോ ഞാൻ ജനറലാണ് കൊടുക്കുന്നത്, ലേഡീസ് ആണോ അതല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അത് മാറ്റി കൊടുത്തിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. എറണാകുളത്ത് നിന്ന് ഒരേ ഒരു ട്രെയിൻ മാത്രമേ വേളാങ്കണ്ണിക്ക് ആ ഒരു ദിവസം ഉള്ളൂ, അതിവിടെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് സാറ്റർഡേ 24 ഫെബ്രുവരിയിൽ അവൈലബിൾ 69 ടിക്കറ്റ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബുക്ക് നൗ കൊടുക്കുന്നുണ്ട്. ബുക്ക് നൗവിൻ്റെ അടുത്ത് 375 രൂപ ആണ് ഒരു ചാർജ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ബുക്ക് നൗ കൊടുക്കാം. ബുക്ക് നൗ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഫ്രമും ടൂവും
എവിടെ മുതലാണ് എവിടെ വരെ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യണം. അത് നമ്മൾ ജസ്റ്റ് യെസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് കൺഫേം ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പാസഞ്ചർ ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് പാസഞ്ചർ ഡീറ്റെയിൽസിൽ നമ്മൾ പേര്, ഏജ്, ജെൻഡർ, അതേപോലെ സിറ്റിസൺ, പിന്നെ നമ്മുടെ ബർത്ത്, അതായത് നമ്മുടെ സീറ്റ് ഏതാണ് വേണ്ടതെന്നുള്ളത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ ഇവിടെയുണ്ട്. ഞാനിപ്പം പാസഞ്ചർ ഡീറ്റെയിൽ നെയിം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ബുക്ക് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഒറിജിനൽ ഐഡൻറ്റിറ്റി കാർഡ് TTR വന്ന് ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒറിജിനൽ ഐഡൻറ്റിറ്റി കാർഡ് നമ്മുടെ കയ്യിൽ വെക്കണം. TTR ചെക്കിങ്ങിന് വരുമ്പോൾ ചിലപ്പം TTR ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ആ ഒരു ID കാർഡ് കാണിച്ചു കൊടുത്തിട്ട് ഈ ഒരു പേരിലുള്ള ആൾ നമ്മൾ തന്നെയാണ് എന്നുള്ളത് പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഒരു പാസഞ്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറൊരു പാസഞ്ചർ കൂടി അനദർ പാസഞ്ചർ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് പാസഞ്ചർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് വേറൊരു പാസഞ്ചർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു പാസഞ്ചറുടെ നെയിമും ആ പാസഞ്ചറുടെ ഏജും ജെൻഡറും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നാഷണാലിറ്റി ബൈ ഡിഫോൾട്ടായിട്ട് ഇന്ത്യ തന്നെയാണ്. ഞാൻ സീറ്റ് പ്രിഫറൻസ് ഒന്നും കൊടുക്കുന്നില്ല, കാരണം ഞാൻ 3 ആളെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സീറ്റ് പ്രിഫറൻസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ 3 പേർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റും. ഞാനിപ്പം ബർത്തോ സൈഡ് ലോവറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം വേറെ സീറ്റിംഗ് പൊസിഷൻ ആവാൻ ചാൻസ് ഉണ്ട്, ചിലപ്പം ഒരുമിച്ചാവും. അതുകൊണ്ട് ഞാൻ സീറ്റ് പ്രിഫറൻസ് സെലക്ട് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ ബൈ ഡിഫോൾട്ടായിട്ട് IRTCയിൽ കൊടുത്തിട്ടുള്ള ആ പോർട്ടലിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ തന്നെ ആയിരിക്കും വരിക. ഇൻ കേസ് ഇനി പാസഞ്ചർ നമ്മൾ പോകുന്നില്ല, വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പാസഞ്ചറിൻ്റെ മൊബൈൽ നമ്പർ നമുക്കിവിടെ മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പോകുന്നതുകൊണ്ട് അവർക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്, ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ഒരാളുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ട്രെയിൻ പുറപ്പെടാവുന്ന സമയത്ത് അതിനകത്തായിരിക്കും ആ ഒരു ഇൻഫർമേഷനൊക്കെ നമുക്ക് SMS മുഖേന അങ്ങോട്ട് പോവുക. ഈ ഓദർ പ്രിഫറൻസിൽ ഞാനിത് ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രഡേഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം സ്ലീപ്പർ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രെയിൻ പോകാൻ നേരത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സീറ്റ് AC എങ്ങാണ്ട് ഫ്രീ ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് AC നമുക്ക് ഈ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ പൈസക്ക് പോകാൻ പറ്റും. ഈ ട്രാവൽ ഇൻഷുറൻസ് എന്നുള്ളത് ഞാൻ യെസ് കൊടുക്കുന്നുണ്ട്. 1-2 രൂപ മാത്രമേ അതിനകത്ത് കൂടുകയുള്ളൂ. അങ്ങനെ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവലിൽ എന്തെങ്കിലും അപകടം പറ്റുകയാണെങ്കിൽ ഇൻഷുറൻസും കിട്ടും. അടുത്തത് മോഡ് ഓഫ് പേയ്മെൻ്റ് ആണ്. ഞാനത് കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വീണ്ടും പാസഞ്ചർ ഡീറ്റെയിൽസ് നെയിമും അതേപോലെ എവിടെ മുതൽ എവിടെ വരെയാണ് ഡേറ്റ് എല്ലാം ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യാം. അതിനുശേഷം എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് ഒന്ന് കണ്ടിന്യൂ കൊടുക്കാം. അടുത്തതായിട്ട് മോഡ് ഓഫ് പേയ്മെൻറ്റ് ഏത് മോഡിലാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ കാർഡ് വെച്ചിട്ടാണ്, അതുകൊണ്ട് ഞാൻ മോഡ് ഓഫ് പേയ്മെൻറ്റ് കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ UPI ഉണ്ട്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, അങ്ങനെ ഒരുപാട് വാലറ്റ് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് അത് നിങ്ങളത് ഏതാണോ അവൈലബിൾ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാർഡ് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഞാൻ എൻ്റെ കാർഡ് ഏതാണെന്നുള്ളതും സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം പേ ആൻഡ് ബുക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. അതിനകത്ത് 3 പേർക്ക് പോകാനുള്ള ടോട്ടൽ എമൗണ്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മുടെ കാർഡ് കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. കാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ
അടുത്തതായി വരുന്നത് നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ്. കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, CVV നമ്പർ, അതായിരിക്കും നെക്സ്റ്റ് ആയിട്ട് വരിക. ഇവിടെ ആണ് നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. നിങ്ങൾ UPI വഴിയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും കോംപ്ലിക്കേഷൻ ഇല്ല. ജസ്റ്റ് UPI ID അല്ലാന്നുണ്ടെങ്കിൽ അവിടെ QR കോഡ് ജനറേറ്റ് ആയി വരും, അതും സ്കാൻ ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഞാനിവിടെ കാർഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കാർഡിൻ്റെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എൻ്റെ കാർഡുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള മൊബൈലിലോട്ട് ഒരു OTP വന്നിട്ടുണ്ട്. ആ OTP ഇവിടെ കൊടുത്തിട്ട് ഞാൻ എൻ്റെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. OTP എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഈ ഒരു ടൈമിൽ നമ്മൾ ബാക്കോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം പേയ്മെൻറ്റ് നമ്മുടെ പൈസ അക്കൗണ്ടിൽ നിന്ന് പോവുകയും ചെയ്യും, ടിക്കറ്റ് ബുക്കാകാത്തൊരവസ്ഥ വരും. പിന്നീട് അത് റീഫണ്ട് ആവും, എങ്കിലും നമുക്ക് ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥ വരും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, എൻ്റെ ടിക്കറ്റ് ബുക്കായിട്ടുണ്ട്. CNF, അതായത് കൺഫേം ടിക്കറ്റ് ആണ്. സീറ്റ് നമ്പറും എല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടിക്കറ്റ് നമുക്ക് പ്രിൻ്റ് കൊടുക്കാം, അല്ലെങ്കിൽ അത് സേവ് ചെയ്ത് വെക്കാം, PDF ആയിട്ട് സേവ് ചെയ്ത് വെക്കാം ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട്.